സഖ്യമെന്ന് പറയുന്നു. അദ്ദേഹം ആവർത്തിച്ച് ഇത്തരത്തിൽ ബി.ജെ.പിയുമായും ആർ.എസ്.എസുമായിട്ട് യു.ഡി.എഫ് ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ആരോപണമില്ല. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇതൊക്കെ ആട്ടിനെ പട്ടിയാക്കുന്ന പ്രചാരവേലകളാണ്. മന്ത് ശരിക്കും മറ്റേ കായിൽ തന്നെയാണ്, ഒരു സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ബി.ജെ.പിയുമായി ഇതുവരെ, അതിനു മുമ്പത്തെ ബി.ജെ.പിയുടെ പഴയ രൂപമായ ജനസംഘവുമായി ഇതുവരെ ഒരു ധാരണയോ സഖ്യമോ നീക്കുപോക്കോ ഉണ്ടാകാത്ത പാർട്ടി കോൺഗ്രസ് ആണ്. സഖാവ് പിണറായി വിജയൻ ആദ്യം നിയമസഭയിലെത്തിയത് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. എല്ലാവർക്കും അറിയുന്ന ചരിത്രം. അവിടെ മുതൽ ഇങ്ങോട്ട് ദീർഘകാലം അവസരത്തിനനുസരിച്ച് സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബി.ജെ.പിയുമായി. നമുക്കറിയാലോ, കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു പാർലമെന്റ് മെമ്പറെ ബി.ജെ.പിക്ക് ഉണ്ടാക്കി കൊടുത്തത് രഹസ്യ നീക്കല്ലേ, ഞങ്ങളല്ല പറയുന്നത്. അവരുടെ മുന്നണിയിലെ പ്രധാന രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI പറയുന്നു, അവരുടെ പ്രമുഖ നേതാക്കളുടെ പരാജയപ്പെട്ട ശ്രീ സുനിൽകുമാർ പറയുന്നു, തോപ്പിച്ചതാണ്. അപ്പോ ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടാക്കി കൊടുത്തു. ബി.ജെ.പിക്കെതിരെയുള്ള സകലമാന കേസുകളും ഇല്ലാതാക്കി. എന്തൊക്കെയായി കേസുകളുടെ അവസ്ഥ? ഇത് മുഴുവൻ ചെയ്തു കൊടുത്ത് ഇട്ട് ഞങ്ങളോട് പറയാണ് ഞങ്ങളാണ് സഖ്യം. കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. ബി.ജെ.പിയുടെ മുദ്രാവാക്യം എന്താ? കോൺഗ്രസ് മുക്ത ഭാരതം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം എന്താ? കോൺഗ്രസ് ഇല്ലാത്ത കേരളം. ഇത് രണ്ടും ഒന്നല്ലേ? അപ്പൊ അവരതിനു വേണ്ടി ബി.ജെ.പിക്ക് 3-4 സീറ്റ് വേണം അസംബ്ലിയിൽ. പിണറായി വിജയന് ഭരണ തുടർച്ചയും വേണം. ഭരണ തുടർച്ചയില്ലാതെ ഇരുന്നാൽ വീട്ടിലിരിക്കാൻ കഴിയില്ല, ജയിലിലിരിക്കേണ്ടി വരും എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഭരണം ആരെ പിടിച്ചിട്ടെങ്കിലും, പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ വീട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തുക. ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ വേങ്ങര മണ്ഡലം എടുത്തു നോക്ക്. അവിടെ 8000 വോട്ട് SDPIക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ അവിടെ SDPIക്ക് സ്ഥാനാർത്ഥിയില്ല. കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. വേങ്ങര മണ്ഡലത്തിൽ ജയിക്കോ ഇല്ലയോ, കെട്ടിവെച്ച പണം കിട്ടുമോ എന്ന് വേറെ കാര്യം. പക്ഷേ ആ ചിത്രം നിങ്ങൾ നോക്ക്. അതുപോലെ തന്നെ ചുരുങ്ങിയ വോട്ടുകൾക്ക് ജയിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? ന്യൂനപക്ഷ മതേതര വോട്ടുകൾ എത്രത്തോളം ഭിന്നിപ്പിക്കാൻ കഴിയുമോ. അവിടെ ഭിന്നിപ്പിച്ചാൽ 2ാം സ്ഥാനത്ത് ബി.ജെ.പിയാണ്. CPM ഒരു ഗുണവുമില്ല. അപ്പൊ ഭിന്നിപ്പിക്കുന്നത് ബി.ജെ.പിക്ക് വേണ്ടിയാണ്. പാലക്കാടും സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ബി.ജെ.പിയെ വിജയിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും കേരള ജനത അംഗീകരിക്കില്ല എന്നത് ഉറപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യം ഉണ്ടായിരുന്നു. 15ഓളം സീറ്റുകളിൽ ബി.ജെ.പിയും CPM തമ്മിൽ ബന്ധമുണ്ടാക്കിയിരുന്നു എന്ന് അതിന് ഇടനിലക്കാരായി നിന്ന ആളുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും കേരള സമൂഹം അത് അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ ജനത ആത്യന്തികമായി മതേതര ജനാധിപത്യ ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആ പരിപ്പുകളൊന്നും വേവില്ല എന്നത് ഉറപ്പാണ്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കും. അതല്ല, അത് ഒരു പ്രസംഗത്തിൽ വളരെ കാലം മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു വാചകം മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. അതൊക്കെ രാഷ്ട്രീയമായി 10 കൊല്ലം ഭരിച്ചതിന്റെ ഗുണങ്ങളോ വികസനങ്ങളോ ജനക്ഷേമ പദ്ധതികളോ പറയാനില്ലാത്തത് കൊണ്ട് ഇത്തരം വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. പണ്ട് നിങ്ങൾക്കറിയാലോ, ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ കാഫർ സ്ക്രീൻഷോട്ടുമായി വന്നത്. അതുപോലുള്ള ഒരുപാട് പ്രചരണങ്ങൾ അവർ നടത്തും. അവർ പരാജയത്തിന്റെ അറ്റം കണ്ടു എന്നതാണ് അതുകൊണ്ട് വ്യക്തമാകുന്നത്. UDF അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാധനയുടെ ചർച്ചകൾ മുതിർന്ന നേതാക്കൾ അടക്കം പറയുന്നത് ബി.ജെ.പി ഗണേശത്തിലേക്ക് പിന്തുണച്ചു. ഗണേശത്തിന് മുഖ്യമന്ത്രി ആകുമെന്ന് പൊതുവേദിയിൽ പറയുന്ന സാഹചര്യത്തിലേക്ക്. അല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പാർട്ടി ഹൈക്കമാൻഡ് ഒക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും, ഒരു കുഴപ്പമുണ്ടാവും. ഈ യു പ്രതിഭയ്ക്കെതിരെ നടത്തിയ പ്രസ്താവന പരസ്യമായി ലീഗ് തള്ളി പറഞ്ഞിട്ടുണ്ടോ? എന്താണ് പ്രതിഭയുടെ പ്രസ്താവനയെ മുസ്ലിം ലീഗാണല്ലോ ആദ്യം തള്ളി പറഞ്ഞത്. അദ്ദേഹത്തെ ഞങ്ങൾ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി. ഏത് പാർട്ടി അങ്ങനെ എടുത്തത്? ഇപ്പൊ ഞങ്ങളുടെ പേരാമ്പ്ര സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ,
അവർക്കെതിരെ എന്തൊക്കെ പ്രചാരവേലകളും വൃത്തികെട്ട വാക്കുകളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സൈബർ സഖാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോഡി ഷേമിംഗ് അടക്കമുള്ള ഒരുപാട് വിദ്വേഷ പ്രചരണങ്ങളുണ്ട്. ഒരു നടപടി എടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായാണ്. എന്തൊക്കെ വിദ്വേഷ വാക്കുകളാണ് ഇവരൊക്കെ ഉപയോഗിച്ചത്? എവിടെയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പ്രവർത്തകരെ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അത് ഞങ്ങളതിന് മാതൃക കാണിച്ചിട്ടുണ്ട്. ആ മാതൃക മാർക്സിസ്റ്റ് പാർട്ടി കഴിയുമെങ്കിൽ, അവർക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്, കഴിയുമെങ്കിൽ പിൻപറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായ ഒരു വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത UDF-നെ അംഗീകരിക്കുകയും ഞങ്ങൾ കൂടി പ്രതീക്ഷിക്കാത്ത വലിയ വിജയം ഞങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് UDF ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDF ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ 100% ജനങ്ങൾ അംഗീകരിക്കുകയാണ്. 10 വർഷത്തെ ദുർഭരണത്തിൽ അവരനുഭവിച്ച പീഡനങ്ങളും നിസ്സഹായാവസ്ഥയും ഒക്കെ UDF-ന്റെ പ്രവർത്തകർ സന്ദർശിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ടതായിട്ടാണ് അവർ വിവരിക്കുന്നത്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ UDF-നോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും UDF-ന്റെ മറ്റ് നേതാക്കന്മാരും അവകാശപ്പെടുന്നത് പോലെ തന്നെ വലിയ അഭൂതപൂർവമായ വിജയത്തിന് UDF-നെ പ്രാപ്തമാക്കാൻ കേരളീയ സമൂഹം തയ്യാറായിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴ എനിക്കറിയാം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ്. ആ റെക്കോർഡ് മറികടക്കാനാണ് ഇത്തവണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിലാണ് തൊടുപുഴയിലെ വോട്ടർമാർ. അപ്പോൾ UDF-ന് നല്ല വിജയം ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ഇടുക്കിയിലെ ജനത അത്രത്തോളം വാഗ്ദാന ലംഘനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ജീവിച്ചത്. എനിക്കറിയാം ഇടുക്കിയിലെ പ്രൊജക്റ്റ് 15 കോടി, 15,000 കോടിയും 20,000 കോടിയൊക്കെ 2-3 തവണ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ വന്നിട്ടാണ് 20,000 കോടി രൂപയുടെ പാക്കേജ് ഇടുക്കിക്കാർക്ക് പ്രഖ്യാപിച്ചു പോയത്. എത്ര പണം ബജറ്റിൽ അനുവദിച്ചു എന്ന് നിങ്ങൾക്കറിയാലോ. എത്ര പണം ചെലവഴിച്ചു എന്ന് നിങ്ങൾക്കറിയാലോ. ഈ പാക്കേജുകളൊക്കെ 10 വർഷമായി ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കൂടി നടന്നിട്ടില്ല എന്നത് എത്ര ദുഃഖകരമാണ്. ഭരിക്കാൻ അറിയാത്തവരെ കെടുകാര്യസ്ഥത മാത്രം മുഖമുദ്രയാക്കിയ ഒരു സർക്കാരായിരുന്നു എന്ന് ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിച്ചതാണ്. ഇവിടുത്തെ ഭൂമിയുടെ പ്രശ്നമുണ്ട്. നിർമ്മാണ യോഗ്യമല്ല എന്ന് ഗവൺമെൻറ് പറയുന്ന ഭൂമി നിർമ്മാണം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് 50 കൊല്ലവും 60 കൊല്ലമൊക്കെ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന ഭൂമിയിൽ ഒരു താമസിക്കാൻ ഒരു കൊച്ചു വീട് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ എത്ര ദൗർഭാഗ്യകരമാണ്. അതിൽ മാറ്റം വരുത്തണമെന്നും പട്ടയം നൽകണമെന്നും ഉപാധിരഹിത പട്ടയം നൽകണമെന്നും ഈ പ്രദേശത്തെ ജനങ്ങൾ എത്ര കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിബന്ധനകളോടുകൂടിയുള്ള ക്രമവൽക്കരണം മാത്രമാണ് പ്രഖ്യാപിച്ചത്. അത് സത്യത്തിൽ ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഇത്രത്തോളമുള്ള ജനങ്ങളെ വഞ്ചിച്ച, ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതികളുമായി വരാൻ തയ്യാറാകാത്ത, അവരോട് ധാർഷ്ട്യം കാണിച്ച, എല്ലാ വിഭാഗം ജനങ്ങളോടും ധാർഷ്ട്യവും ധിക്കാരവും കാണിച്ച ഈ ഗവൺമെന്റിനെ പുറത്താക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ജനങ്ങളോടൊപ്പം UDF ഉണ്ട്. അതിൻ്റെ റിസൾട്ടാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്.